പ്രിയമുള്ളവരെ, ഒരു വാർഡ് മെമ്പർ എന്ന രീതിയിലേക്ക് കഴിഞ്ഞ 5 വർഷം ചെമ്പ്രക്കാട്ടിലെ ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ പരിപൂർണമായി നിർവഹിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ചെമ്പ്രക്കാട്ടൂരിന്റെ ഗവൺമെന്റ് സ്ഥാപനത്തിലേക്കും അതോടൊപ്പം തന്നെ ചെമ്പ്രക്കാട്ടൂരിലെ മറ്റു നമ്മുടെ സർക്കാർ ഇതര സ്ഥാപനങ്ങളിലേക്ക് റോഡുകൾക്കൊക്കെ പരമാവധി ഫണ്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഈ 5 വർഷം 3,67,00,000 രൂപയുടെ ഫണ്ടാണ് ചെമ്പ്രക്കാട്ടിലേക്ക് ഒരു വാർഡ് മെമ്പർ എന്ന രീതിയിലേക്ക് സംസ്ഥാന സർക്കാരിന്റെയും മറ്റു ഇതര തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് നമ്മുടെ വാർഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ചെമ്പ്രക്കാട്ടൂരിലെ 2 അംഗനവാടികൾ സ്മാർട്ടാക്കാൻ വേണ്ടി സാധിച്ചു. ചെമ്പ്രക്കാട്ടൂരിലെ സ്കൂളുകൾക്ക് പുതിയ കെട്ടിടം കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു. ചെമ്പ്രക്കാട് സ്കൂളിന് ചുറ്റുമതിൽ, അതോടൊപ്പം തന്നെ ഗേറ്റ്, അതോടൊപ്പം തന്നെ ടോയ്ലറ്റ്, സ്കൂളിന്റെ ഓഡിറ്റോറിയത്തിലേക്ക് ഫാൻ, അങ്ങനെ അതോടൊപ്പം തന്നെ സ്കൂളിന്റെ അകത്തുള്ള സോളാർ, അങ്ങനെ സ്കൂള് തന്നെ ഏകദേശം 19 ലക്ഷം രൂപയുടെ ഫണ്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു. 2 അംഗനവാടി സ്മാർട്ടാക്കാൻ വേണ്ടി സാധിച്ചു. അതിലുപരിയായി എന്റെ ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്ന ചെമ്പ്രക്കാട്ടൂരിന്റെ ഓപ്പൺ ജിം, അരീക്കോട് പഞ്ചായത്തിൽ ആദ്യമായിട്ടൊരു ഓപ്പൺ ജിം ഗവൺമെന്റ് പഞ്ചായത്ത് അരീക്കോട് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുള്ള ഓപ്പൺ ജിം ചെമ്പ്രക്കാട്ടൂരാണ് എന്റെ ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്നു. അത് യാഥാർത്ഥ്യപ്പെടുത്താൻ വേണ്ടി സാധിച്ചു. ചെമ്പ്രക്കാട്ടൂരിൽ അങ്ങാടിയിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് പോകാൻ വേണ്ടി കുട്ടികൾക്ക് ഹാൻഡ് റെയിലും ഫുട്പാത്തും കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു. മങ്ങാട്ട് കുളത്തിന് ഹാൻഡ് റെയിലും കുട്ടികൾ കുളത്തിന് ഏറ്റവും കൂടുതൽ സംരക്ഷണം കൊടുക്കാൻ വേണ്ടി ഫണ്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു. അതിലുപരിയായി എല്ലാ റോഡുകളും റീടാർ ചെയ്യാനും കോൺക്രീറ്റ് ചെയ്യാനും ഏകദേശം 1.25 കോടി രൂപ റോഡിന് മാത്രം ഫണ്ട് ചെലവാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചെമ്പ്രക്കാട്ടൂര് വെറ്റിനറി ഹോസ്പിറ്റലിന് മുകളിൽ ഒരു സാംസ്കാരിക നിലയം 4 ലക്ഷം രൂപ ചെലവാക്കിക്കൊണ്ട് ഇതിന് വർക്ക് തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. പുതിയ 4-5 റോഡുകൾ പുതിയതുണ്ടാക്കാനും അതിൽ എല്ലാത്തിനും ഫണ്ട് വെക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് സൂചിപ്പിക്കേണ്ടത്. ചെമ്പ്രക്കാട്ടൂര് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന നമ്മുടെ ആരോഗ്യ മേഖലയിലെ ഹെൽത്ത് സെന്റർ, സബ് സെന്ററിന് വേണ്ടി 55 ലക്ഷം രൂപ ഫണ്ട് പാസ്സാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാവപ്പെട്ടവന് നമ്മുടെ സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതിയിൽ നിന്ന് ഏകദേശം 25ഓളം വരുന്ന ലൈഫ് ഭവന പദ്ധതിയിൽ വീട് കൊടുക്കാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ വ്യത്യസ്തമായ രീതിയിലേക്ക് വ്യക്തിഗത ആനുകളൊക്കെ ഈ അവസരത്തിൽ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അനുസൃതമായിക്കൊണ്ട് നിൽക്കാൻ സാധിച്ചു എന്നുള്ള എന്റെ പ്രതീക്ഷ. എന്നോടുമായി ഇത് വിജയത്തിലേക്ക് എത്തിക്കാൻ നാട്ടിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ എന്നുമായി സഹകരിച്ച എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്.